ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാണ്. അഹങ്കരിച്ച ഒരാളും ഇന്ന് വരെ നേരെയായി ചരിത്രമില്ല സഹോദര. ഈ തെരഞ്ഞെടുപ്പ് അതല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്തൊക്കെയായിരുന്നു സുബ്ഹാനല്ലാഹ് ഭരണഘടന തിരുത്തണം, എന്തൊക്കെയായിരുന്നു സഹോദര? നമ്മൾ എന്തേ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാത്തത്? ഭരണഘടന തിരുത്തണമെന്ന് പറഞ്ഞവരെ ജനങ്ങൾ തിരുത്തിയത് ഞാനും നിങ്ങൾ കണ്ടതല്ലേ? ജനങ്ങളല്ലേ തിരുത്തിയത്, നമ്മളല്ലല്ലോ. ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ ജനങ്ങൾ തിരുത്തുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ? എന്റെ പൊന്നാര സഹോദര, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്തല്ലേ ഇവര് ക്ഷേത്രം പണിതത്? എന്നിട്ട് അതൊക്കെ വലുതായി പറഞ്ഞുകൊണ്ട് നടന്നവരല്ലേ? ആ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ബോധമുണ്ട്, അവരെ അറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്ന സ്ഥാനാർത്ഥി പോലും തോറ്റുപോകേണ്ട സാഹചര്യം വന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം പോയി വിവാദ പ്രഭാഷണങ്ങൾ നടത്തി അവിടെയൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത്? നിങ്ങൾ അരിച്ചുവയ്ക്ക്. ഇപ്പൊ പടച്ചവൻ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിലല്ലേ ഒന്ന് കയറാൻ പറ്റുള്ളൂ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടണേ? അല്ലയല്ലേ പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്ന്? അള്ളാഹുവല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ആരെയും ഭയപ്പെടണം, അള്ളാഹിനെ ഭയപ്പെട്ടാ പോരെ? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ഭയന്ന് ജീവിക്കണോ, പാഠങ്ങൾ ഉൾക്കൊള്ളണോ, ഈമാനോട് കൂടി ജീവിക്ക്, അൽഹംദുലില്ലാഹ് ഇസ്സത്തോട് കൂടി ജീവിക്ക്. അള്ളാഹിനെ ഭയന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ സഹായിക്കും. അള്ളാഹ് പറയുന്നത് അനുസരിക്കാത്ത കാലത്തോളം പടച്ചവൻ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. നമ്മൾ ഇവിടെ മഹാന്റെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയത്? നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു മഹാന്റെ ആണ്ട് നേർച്ചയല്ലേ? ആരാ മഹാനാരാ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അല്ലാഹ് പറയാ അലാ ഇന്ന ഔലിയാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു അവരുടെ ഗുണം പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം. അവർക്ക് അല്ലാഹനെ അല്ലാതെ വേറെ ആരെയും പേടിയില്ല. ആരാ? നമ്മളൊരു മഹാന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാ. അല്ലാഹ് ഇവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവർക്ക് അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ല. ലാ ഖൗഫുൻ അലൈഹിം. ഭയമെന്ന് പറയുന്നത് പടച്ച റബ്ബിനെ അല്ലാതെ ഇവർക്ക് വേറെ ആരെയും ഭയമില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖവും ഇല്ല, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു സങ്കടം ഒന്നുമില്ല സഹോദര. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇലക്ഷൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക സഹോദര, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ആർക്കെങ്കിലും അള്ളാഹിനെ പേടിയുണ്ടോ? അള്ളാഹ് എന്തൊരു വെപ്രാളമായിരുന്നു നമുക്ക്. നിങ്ങൾ നോക്കിക്കേ, ഈ കഴിഞ്ഞ റമദാൻ മാസം മുഴുവനും ഇലക്ഷന്റെ പേരും പറഞ്ഞിട്ട് തിന്നില്ലേ നമ്മൾ? ഈ കഴിഞ്ഞ റമദാൻ മാസം മുഴുവനും ഇലക്ഷന്റെ പ്രചരണവും ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാസം മുഴുവനും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കാൽക്കുലേഷൻ ആയിരുന്നു. എല്ലാരും പടച്ചവനെ റമദാൻ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ആര് ജയിക്കും? നമ്മുടെ വെപ്രാളം ഇത്. നമുക്ക് അള്ളാഹിനൊന്നും പേടിയില്ല. അള്ളാഹിനെ പേടിയില്ല. ആരാ ഉള്ളേ? പടച്ചറപ്പിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആകുമായിരുന്നു. നമുക്ക് പേടി മറ്റു പലരിക, നമുക്ക് പേടി മറ്റു പലരും. നമുക്കൊന്നും റമദാനായാലും ഇപ്പൊ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം, അൽഹംദുലില്ലാഹ് ഹജ്ജിന്റെ മാസം തുടങ്ങി. എത്ര വലിയ മഹത്വം! നമുക്ക് ആ ചിന്തയൊന്നുമില്ലടോ. ഈ പരിശുദ്ധമായ മാസത്തിന്റെയും ഏതു ദിവസത്തിന്റെയും മഹത്വമൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ആരെല്ലാം ഹജ്ജിന് പോയിട്ടുണ്ടോ, അല്ലാഹു അവർക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ചിന്തയൊന്നുമില്ല. നമുക്ക് ഏത് നല്ല ദിവസം വന്നാലും എന്തൊക്കെ വന്നാലും നമുക്കൊരു ചിന്തയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ മാസമാണ്. അൽഹംദുലില്ലാഹ് ഈ ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളല്ല. ഇന്ന് മുതൽ തുടങ്ങിയ 10 ദിവസം സാധാരണ ഒരു ദിവസമായി നമ്മൾ എണ്ണാൻ പാടില്ല. മഹാനായ പ്രവാചകൻ പറഞ്ഞത്, മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമുള്ള 10 ദിവസമാണ്. ഇത് സാധാരണ 10 ദിവസമല്ല, ഇത് സാധാരണ 10 ദിനങ്ങളല്ല. ഈ 10 ദിനങ്ങളോളം മഹത്വമുള്ള വേറെ ദിവസങ്ങളില്ല. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന നന്മകളോളം വലുപ്പമുള്ള വേറെ നന്മയില്ലടോ. അപ്പൊ ചോദിക്കും, റമദാനിന്റെ രാവുകളെ കുറിച്ചാ പറഞ്ഞത്, ലൈലത്തുൽ ഖദർ രാത്രിയിലാ സഹോദര. ഞാൻ പറയുന്നത് പകലിനെ കുറിച്ചാണ്. ഈ പകലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നു മുതലുള്ള 10 രാവുകൾ നിസാരമായി കാണല്ലേ പെങ്ങള്. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തോ. ഈ 10 ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാത്ത സ്ഥാനമുള്ള ദിവസമാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദിനെക്കാളും മഹത്വമുണ്ടോ നബിയേ? ജിഹാദിനെക്കാളും ഈ 10 ദിവസം നന്മ ചെയ്യുന്നത് ജിഹാദിനെക്കാളും പ്രതിഫലം കിട്ടുന്ന നന്മയാണോ? നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ജിഹാദിനെക്കാളും കൂലിയാ ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശൈഅ. നബി തങ്ങൾ പറയുന്ന ഒരാളുടെ അദ്ദേഹം തന്റെ സമ്പത്തും തന്റെ സർവ്വതും ചെലവഴിച്ചുകൊണ്ട് അതാ
യുദ്ധത്തിന് പോയി, രണാങ്കണത്തിൽ പോയി ഷഹീദായി. അദ്ദേഹം ഒഴികെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമുള്ള ദിനങ്ങളാണ്. ഒരു നിമിഷം പോലും പാഴാക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല. നമുക്ക് പേടി ഭരണാധികാരികളെയാണ്, അധികാരമുള്ളവരെയാണ്. കേവലം നമ്മളെ പോലെ നടക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് വല്ലാത്ത പേടിയാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽ ഫജ്ർ വലയാലിൻ അസ്ർ വസ്സഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പടച്ചവനെ, അതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വൽ ഫജ്ർ, ഫജ്റിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹു പറയുന്നു വലയാലിൻ അസ്ർ, ഈ 10 ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വസ്സഫഇ വൽ വത്ർ, ഇരട്ടയെയും ഒറ്റയെയും. അറഫാ ദിവസത്തിനെ കൊണ്ട് തന്നെയാണ് സത്യം, പെരുന്നാൾ ദിവസത്തിനെ കൊണ്ട് തന്നെയാണ് സത്യം. വലയാലിൻ അസ്ർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ രാവുകളെ കുറിച്ച് സത്യം ചെയ്യുകയാ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാ, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. ഇത്രയൊക്കെ പോരെയോ സഹോദരാ? ഇത്രയൊക്കെ മതിയല്ലോ? അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ്, അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുകയാ, ഈമാനുള്ളവരെ, മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ, അല്ലാഹു സത്യം ചെയ്തിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അല്ലാഹുവിന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അതാ ഈ ഉമ്മത്തിനെ ആരാണോ പീഡിപ്പിക്കുന്നത്, ഈ ഉമ്മത്തിനെ ആരാണോ വേദനിപ്പിക്കുന്നത്, ആ വേദനിപ്പിക്കുന്നവരെ അല്ലാഹു വെറുതെ വിടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്ക് മുസ്ലിമേ, ഇനിയെങ്കിലും മനസ്സിലാക്ക് മുസ്ലിമേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറയുന്നത്, അല്ലാഹയല്ലേ പറഞ്ഞത്, എന്റെ